കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. കുഞ്ഞാലി പരമ്പരയിൽ അത്യന്തം കീർത്തി കരസ്ഥമാക്കിയ സമുദ്രാപതിയാണ് പട്ടുമരയ്ക്കാർ അഥവാ പടമരയ്ക്കാർ എന്ന കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമൻ. അറബിക്കടലിൻ്റെ സിംഹം എന്ന അപരനാമത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ഈ മഹായോദ്ധാവ് നയിച്ച യുദ്ധങ്ങളിൽ ഒന്നുപോലും പരാജയത്തിൻ്റെ കയ്പുനീർ രുചിച്ചിരുന്നില്ല. കുഞ്ഞാലി പരമ്പരയിൽ സ്വാഭാവിക മരണത്തിന് വിധേയനായ ഏക നാവികത്തലവനും ഇദ്ദേഹമായിരുന്നു. കുഞ്ഞാലി രണ്ടാമൻ്റെ വീര്യമൃത്യുവിനെ തുടർന്ന് ചരിത്രപ്രസിദ്ധമായ ചാലിയം കോട്ട കീഴടക്കലിലൂടെ കുഞ്ഞാലി മൂന്നാമനായി പട്ടുമരയ്ക്കാർ അവരോധിക്കപ്പെട്ടു. ചാലിയം യുദ്ധ ആരംഭവും വിജയവും കുഞ്ഞാലി രണ്ടാമൻ്റെ നേതൃത്വത്തിലായിരുന്നുവെങ്കിലും അറബിക്കടലിലെ പോർച്ചുഗീസ് പോരാട്ടത്തെ തുടർന്ന് കുഞ്ഞാലി രണ്ടാമൻ രക്തസാക്ഷിത്വം വരിച്ചതോടെ ചാലിയം ഉപരോധവും കോട്ട യുദ്ധ ചുമതലയും പൂർണ്ണമായും പട്ടുമരയ്ക്കാറിൻ്റെ കീഴിലാവുകയും യുദ്ധസാഹസികതയും നേതൃപാടവും മൂലം മൂന്നാം കുഞ്ഞാലിയായി ഇദ്ദേഹം അവരോധിക്കപ്പെടുകയുമായിരുന്നു. പ്രതിരോധ രംഗത്ത് ഒരു കാരണവശാലും വിദേശ ശക്തികളെ ആശ്രയിക്കരുതെന്നും നാവികരംഗത്ത് ശാസ്ത്രയത്വം കൈവരിച്ചാൽ മാത്രമേ അധിനിവേശ ശക്തികളെ തടഞ്ഞു നിർത്താൻ കഴിയുകയുള്ളൂ എന്നും മരയ്ക്കാർ സാമൂതിരി രാജാവിനെ ബോധിപ്പിച്ചു. രാജൻ ഇത് അംഗീകരിക്കുകയും ചെയ്തു. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പോർച്ചുഗീസ് കോട്ട അഥവാ ചാലിയം കോട്ട കീഴടക്കിയതിനെ തുടർന്ന് ഒട്ടേറെ പാരിതോഷികങ്ങൾ കുഞ്ഞാലി മൂന്നാമനും നാവികപ്പടയ്ക്കും വാരിക്കോരി നൽകിയ സാമൂതിരി രാജൻ വടക്കേക്കരയിലെ അഥവാ വടകരയിലെ ഇരിങ്ങലിനടുത്ത് കോട്ടപ്പുഴ അഥവാ കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് കോട്ട കെട്ടാനുള്ള അധികാരവും നായർ നാട്ടുവാഴിക്ക് സമാനമായ അധികാര ചുമതലയും പ്രഭുപ്പട്ടവും നൽകി ആദരിച്ചു. 2 വർഷം കൊണ്ട് പുതുപ്പണത്ത് ബലവത്തായ മരയ്ക്കാർ കോട്ട ഉയർന്നു. കോട്ടയ്ക്ക് അനുബന്ധമായി പുതിയ നഗരവും പടുത്തുയർത്തി. ഇത് പുതുപ്പട്ടണം എന്നറിയപ്പെടുന്നു. മരയ്ക്കാർ കോട്ട ഉയർന്നതോടെ മലയാളക്കരയിലേക്കുള്ള പോർച്ചുഗീസ് അതിക്രമങ്ങൾക്ക് താഴിട്ടു. അതിക്രമങ്ങൾക്ക് ഒരുങ്ങി വരുന്ന കപ്പലുകൾക്ക് മരയ്ക്കാർ കോട്ടയിൽ നിന്നുള്ള ശക്തമായ നിരീക്ഷണങ്ങൾ കടന്നു വേണമായിരുന്നു സാമൂതിരിയുടെ രാജ്യത്തേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നത്. പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ ശവപ്പെട്ടിയിൽ അടിച്ച ആണിയായി മരയ്ക്കാർ കോട്ട അറബിക്കടലിൽ തല ഉയർത്തി നിന്നു. പൊന്നാനി, കോഴിക്കോട്, വെട്ടത്തുനാട് അഥവാ താനൂര്, പന്തലായനി തുടങ്ങിയവിടങ്ങളിലെ നാവിക കേന്ദ്രങ്ങളും പട്ടുമരയ്ക്കാർ പരിഷ്കരിച്ചു. നാവിക ആസ്ഥാനം കോഴിക്കോട് നിന്നും പുതുപ്പണത്തേക്ക് മാറ്റി. നാവികസേനയെ അടിമുടി നവീകരിച്ചുകൊണ്ട് സമുദ്രത്തിൽ ശക്തിയായ ആധിപത്യം സ്ഥാപിച്ചു. മരയ്ക്കാർ സേനയെ അത്യാധുനികവൽക്കരിച്ച പടനായകനാണ് പട്ടുമരയ്ക്കാർ. തൻ്റെ സേന ലോകത്തിലെ ഏറ്റവും മികച്ച പോരാട്ട സംഘമാണെന്ന് അത്യുത്കൃഷ്ടമായ ആഗ്രഹം കുഞ്ഞാലി മൂന്നാമൻ വെച്ച് പുലർത്തിയിരുന്നു. യൂറോപ്യൻ മാതൃകയിൽ നിരവധി പുതു പടക്കപ്പലുകളുടെ നിർമ്മാണം നടത്തി. ലോകോത്തര നിലവാരത്തിലുള്ള യുദ്ധങ്ങളും നിർമ്മിച്ചെടുത്തു. ജർമ്മനിയിൽ നിന്നുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഭീമാകാരമായ തോക്കുകളും പീരങ്കികളും ഉണ്ടാക്കി. കപ്പൽ ആയുധ നിർമ്മിതികൾക്കായി പുതിയ സൈനിക സംഘം ഉണ്ടാക്കി. വിദേശ സൈനിക വിദഗ്ധരുടെ കീഴിൽ അവർക്ക് പരിശീലനമേകി. മലയാള നാട്ടിൽ കച്ചവടം നടത്തുവാൻ കഴിയാത്ത സ്ഥിതി പോർച്ചുഗീസുകാർക്ക് ഈ കാലത്തുണ്ടായി. കോഴിക്കോടുമായി സമാധാന ഉടമ്പടി ഒപ്പിട്ടിട്ടല്ലാതെ കാര്യങ്ങൾ പഴയപടിയാവില്ലെന്ന ബോധ്യത്തോടുകൂടി സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്തുക എന്ന നയതന്ത്ര നിലപാടിലേക്ക് പോർച്ചുഗീസ് സാമ്രാജ്യത്വം നീങ്ങി. മലയാളക്കരയിലേക്ക് അരി ഇറക്കുമതി നടത്തിയിരുന്ന തുളുനാട് പാത പോർച്ചുഗീസ് ഉപരോധത്തിലാക്കുകയും മലയാള നാട്ടിലേക്ക് പ്രത്യേകിച്ചും മലബാറിലേക്ക് അരി കയറ്റി കൊണ്ടുവരുന്ന കപ്പലുകളെ പിടിച്ചെടുക്കുകയും ചെയ്തു. രൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിന് ഇത് വഴിയൊരുക്കി. 1578 കൊടുങ്ങല്ലൂരിൽ വെച്ച് സാമൂതിരിയെ സന്ദർശിച്ച പോർച്ചുഗീസ് നയതന്ത്ര പ്രതിനിധി ഹ്യൂഗോൺസലോ ഡി കമ്മര വിലപേശൽ നടത്തി. പോർച്ചുഗീസിനെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും കോഴിക്കോട്ടും പൊന്നാനിയിലും കോട്ട പണിയാൻ അനുവദിക്കുകയും ചെയ്താൽ കോഴിക്കോടിൻ്റെ വ്യാപാര വളർച്ചയ്ക്ക് തടസ്സം നിൽക്കാതെ സഹായങ്ങൾ നൽകാം എന്ന വാഗ്ദാനം നൽകി. മരയ്ക്കാർ സേന ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെ കോഴിക്കോട് കോട്ട അനുവദിക്കാമെന്നും പൊന്നാനിയിൽ പറ്റില്ലെന്നും സാമൂതിരി അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് വേണ്ട, പൊന്നാനി മതിയെന്ന പോർച്ചുഗീസ് നയതന്ത്ര പ്രതിനിധിയുടെ ആവശ്യം പട്ടുമരയ്ക്കാർ ശക്തമായി എതിർത്തു. പൊന്നാനി പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലത്ത് കോട്ട പണിയാൻ അനുവദിച്ചാൽ ചാലിയം ആവർത്തിക്കുമെന്ന് മുന്നറിയിപ്പും നൽകി. മരയ്ക്കാരുടെ വാദം പരിഗണിച്ച് പൊന്നാനിയിൽ കോട്ട പണിയാൻ അനുവദിക്കില്ലെന്ന് തീർത്തു പറഞ്ഞതിനെ തുടർന്ന് ചർച്ച അലസിപ്പിരിഞ്ഞു. വിലപേശൽ പരാജയത്തെ തുടർന്ന് കോപാകുലരായ പറങ്കി സൈന്യം കൊച്ചി രാജ്യത്തിൻ്റെ സൈനിക സഹായത്തോടെ കോഴിക്കോടിനെ ആക്രമിച്ചു. തീരഗ്രാമങ്ങൾ ചുട്ടെരിച്ചു. കുഞ്ഞാലി മൂന്നാമൻ അവരെ പിന്തുടർന്നുവെങ്കിലും ഏറ്റുമുട്ടലിന് നിൽക്കാതെ പോർച്ചുഗീസ് സൈന്യം ഗോവയിലേക്ക് പിൻവാങ്ങി. ഇക്കാലയളവിലാണ് പുതിയ സാമൂതിരി കോഴിക്കോട് രാജ്യത്ത് അധികാരമേറ്റത്. പുതിയ സാമൂതിരി അധികാരമേറ്റതോടെ പറങ്കികൾ വീണ്ടും സന്ധി സംഭാഷണത്തിനായി കോഴിക്കോട്ടെത്തി. മരയ്ക്കാർ സൈന്യം ആക്രമണം അവസാനിപ്പിക്കുകയും പൊന്നാനിയിൽ കോട്ടയ്ക്ക് അനുമതി തന്നാൽ കോഴിക്കോടിൻ്റെ വ്യാപാരത്തിന് എല്ലാവിധ പിന്തുണ നൽകാമെന്നും മോഹവാഗ്ദാനം പുതിയ രാജാവിനെ അറിയിച്ചു. ദീർഘമായ ചർച്ചയ്ക്കൊടുവിൽ പറങ്കികളുടെ ഈ സ്വപ്ന പദ്ധതി സാമൂതിരി അംഗീകരിച്ചു.
സന്ധി ഉടമ്പടികൾ ഒപ്പുചാർത്തപ്പെട്ടു. തന്റെ അഭിപ്രായം ആരായാതെ പൊന്നാനിയിൽ പോർച്ചുഗീസുകാർക്ക് കോട്ട അനുവദിച്ചു നൽകിയ പുതുരാജാവിന്റെ നടപടിയിൽ വിഷമം തോന്നിയ മരക്കാർ പോർച്ചുഗീസുകാർ മുൻകാലങ്ങളിൽ ചെയ്ത വഞ്ചനകളും കരാർ ലംഘനങ്ങളും രാജാവിന്റെ മുൻപാകെ ഉണർത്തിച്ചു. പറങ്കികളുടെ ശക്തി നാം ക്ഷയിപ്പിച്ച ഈ സമയത്ത് തന്ത്രപ്രധാനമായ പൊന്നാനിയിൽ കോട്ട പണിഞ്ഞാൽ നമ്മുടെ നാവികസേനയ്ക്കുമേൽ പോർച്ചുഗീസ് മേധാവിത്വമുണ്ടാകുമെന്ന കാര്യങ്ങളും മരക്കാർ രാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കടലിന്റെ സുരക്ഷയാണ് കരയുടെ സുരക്ഷ എന്ന കുഞ്ഞാലി മൂന്നാമന്റെ വാക്കുകൾ കാര്യഗൗരവമായി തന്നെ രാജൻ ഉൾക്കൊണ്ടു. ഈ വിഷയങ്ങളിൽ വൈസ്രോയിയുമായി തുടർ ചർച്ചകൾ നടന്നു. മുൻകാലങ്ങളിലേതുപോലെ കരാർ ലംഘനങ്ങളൊന്നും പോർച്ചുഗീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് അവർ വാക്കുകൊടുത്തു. ഏറെക്കാലം പറങ്കികൾ ഈ കരാറിൽ ഉറച്ചുനിന്നു. ഏതു നിമിഷവും പറങ്കികൾ കരാർ ലംഘിച്ച് ആക്രമണങ്ങൾ അയച്ചുവിടുമെന്നും അന്ന് തങ്ങളുടെ തലയ്ക്ക് മുകളിൽ കിടന്നാടുന്ന വാളായി മാറുക പൊന്നാനിയിലെ പറങ്കിക്കോട്ടയായിരിക്കുമെന്നും പട്ടുമരക്കാർ ദീർഘവീക്ഷണം ചെയ്തിരുന്നു. പൊന്നാനി കോട്ടയും തീരവും മരക്കാർ സൈന്യത്തിന്റെ കടുത്ത നിരീക്ഷണ വലയത്തിലാക്കുവാൻ അത്തരം നിഗമനങ്ങൾ കുഞ്ഞാലി മൂന്നാമനെ പ്രേരിതമാക്കി. കുഞ്ഞാലി മൂന്നാമൻ നടത്തുന്ന നിരീക്ഷണ റോന്തു ചുറ്റലുകൾ ഉടമ്പടിക്ക് വിരുദ്ധമാണെന്ന് പൊന്നാനി കോട്ട അധിപൻ സാമൂതിരിയെ അറിയിച്ചു. കുഞ്ഞാലി മൂന്നാമനെ നിയന്ത്രിക്കുവാൻ സാമൂതിരിക്ക് ആവുന്നില്ലെങ്കിൽ സൈനികമായി സഹായിക്കുവാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന കാര്യവും പോർച്ചുഗീസ് അഡ്മിറൽ സാമൂതിരിയെ അറിയിച്ചുവെങ്കിലും അതിൻ്റെ ലക്ഷ്യങ്ങളെപ്പറ്റി കൃത്യമായി ബോധ്യമുണ്ടായിരുന്ന സാമൂതിരി കുഞ്ഞാലിയെ വിളിച്ചു വരുത്തുകയോ ശാസിക്കുകയോ ചെയ്തില്ല. 1588 പുതിയ പോർച്ചുഗീസ് ഗവർണർ വന്നതോടെ പറങ്കികൾ കരാർ ലംഘിച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണങ്ങൾ കോഴിക്കോട്ട് കച്ചവട കപ്പലുകൾക്ക് നേരെ അയച്ചുവിട്ടു. ചരക്കുകൾ കൊള്ളയടിച്ചു. തന്ത്രപ്രധാനമായ പൊന്നാനിക്കോട്ട പറങ്കികളുടെ കൈവശത്തായതിനാൽ കോഴിക്കോടിന്റെ പ്രതിരോധ നീക്കങ്ങൾ തുടക്കത്തിലെ തകർത്ത് കളയാൻ അവർക്കായി. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിൽ ഒരുക്കി. സമർത്ഥനായ പോർച്ചുഗീസ് ക്യാപ്റ്റൻ ആൻഡ്രെ ഫുട്ടാവോ ആയിരുന്നു എതിർപക്ഷത്ത്. പതിറ്റാണ്ടുകളായി കുഞ്ഞാലിമാർ സൃഷ്ടിക്കുന്ന തലവേദന ഇല്ലാതാകണമെങ്കിൽ കുഞ്ഞാലിയെയും സാമൂതിരിയെയും രണ്ടു തട്ടിലാക്കണം. അതിനുവേണ്ട തന്ത്രങ്ങൾ പ്രാവർത്തികമാക്കി ഇരുവരെയും അകറ്റണമെന്നും കാട്ടി വൈസ്രോയിക്ക് കത്തയച്ചു. വൈസ്രോയിയുടെ സമ്മതം കിട്ടിയതോടെ സാമൂതിരിയെ സന്ദർശിച്ച പ്രതിനിധികൾ വ്യാപാര നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുകയും പകരം കുഞ്ഞാലിയുടെ ആക്രമണങ്ങൾ ഒരിക്കലും പറങ്കികൾക്ക് നേരെ ഉണ്ടാകില്ലെന്ന ഉറപ്പും കോഴിക്കോട് പോർച്ചുഗീസ് ചർച്ച് പണിയാനുള്ള അവകാശവും കോഴിക്കോടിൻ്റെ തടവറയിലുള്ള മുഴുവൻ പറങ്കി തടവുകാരെയും മോചിപ്പിക്കാമെന്ന വാക്കും നേടിയെടുത്തുകൊണ്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പുചാർത്തി. പറങ്കികളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള റോന്തു ചുറ്റലുകൾ അവസാനിപ്പിക്കണമെന്നും ഇനി ഒരിക്കലും പറങ്കികളെ ആക്രമിക്കരുതെന്നും പോർച്ചുഗീസ് തടവുകാരെ മുഴുവൻ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രാജകൽപ്പന പടമരക്കാരെ തേടിയെത്തി. കടുത്ത അമർഷം ഉണ്ടായിരുന്നുവെങ്കിലും രാജകൽപ്പന കുഞ്ഞാലി നടപ്പിലാക്കി. പറങ്കികളുമായുള്ള ഏറ്റുമുട്ടലുകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നെങ്കിലും കോട്ട ബലപ്പെടുത്തിയും മികവാർന്ന ആയുധങ്ങൾ കരസ്ഥമാക്കിയും വെടിമരുന്ന് ശേഖരിച്ചും തൻ്റെ സൈന്യത്തെ കൂടുതൽ കാര്യക്ഷമമുള്ളവരാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ പട്ടുമരക്കാർ വ്യാപൃതനായി. സാമൂതിരി വരുതിലായതോടെ ഏതു വിധേനയും കുഞ്ഞാലിയെ മാറ്റി നിർത്താനുള്ള ചതുരംഗക്കളിയിലേക്ക് പോർച്ചുഗീസുകാർ നീങ്ങി. കുഞ്ഞാലിയുടെ ആയുധ സംഭരണം കരാറിന് വിരുദ്ധമാണെന്ന് സാമൂതിരിയെ ഉണർത്തിച്ച പോർച്ചുഗീസ് പട്ടാള മേധാവികൾ കുഞ്ഞാലിയെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്നും കുഞ്ഞാലിക്കോട്ട ഒഴിപ്പിക്കണമെന്നും സാമൂതിരിയിൽ സമ്മർദ്ദം ചെലുത്തി. എന്നാൽ കുഞ്ഞാലിക്കെതിരായ ഒരു നീക്കവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവില്ലെന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പക്ഷം കരാറിൽ നിന്നും പിന്മാറുമെന്നുമുള്ള മുന്നറിയിപ്പാണ് പോർച്ചുഗീസ് പ്രതിനിധികൾക്ക് സാമൂതിരിയിൽ നിന്നും ലഭിച്ചത്. അരിശം പൂണ്ട പോർച്ചുഗീസുകാർ കോഴിക്കോടിൻ്റെ 3 കപ്പലുകളെ ആക്രമിച്ചു കൊള്ളയടിച്ചു. 2000-ഓളം പേരെ കൊന്നൊടുക്കി. ഇതോടെ പോർച്ചുഗീസുകാരുമായുള്ള കരാറിൽ നിന്നും സാമൂതിരി പിൻവാങ്ങി. അതിക്രമം ചെറുക്കുന്നതിനായി കുഞ്ഞാലി മൂന്നാമൻ പുറപ്പാട് നടത്തി. പോർച്ചുഗീസ് പടക്കപ്പലുകളെ തകർത്ത് തരിപ്പണമാക്കി വലിച്ചെറിഞ്ഞ് പട്ടുമരക്കാർ ചരിത്രത്തിൻ്റെ തങ്കലിപികളിലേക്ക് കടന്നുകയറി. യുദ്ധത്തിൽ വിജയിച്ചു വരുന്ന സേനാനായകന് വരവേൽപ്പ് നൽകുന്നതിനിടെ ഉണ്ടായ ആകസ്മികമായ അപകടമാണ് കുഞ്ഞാലി മൂന്നാമൻ്റെ മരണത്തിന് കാരണമായി വർത്തിച്ചത്. സ്വീകരണത്തട്ട് തകർന്നു വീണ് തുടയെല്ല് ചിതറിയ ഇദ്ദേഹം ബോധരഹിതനായി മാറുകയായിരുന്നു. രോഗശയ്യയിൽ തന്നെ കാണാനെത്തിയ സാമൂതിരി രാജാവിനോട് പടക്കോപ്പുകളും യുദ്ധസാമർഥ്യവും മാത്രമല്ല നമ്മുടെ വിജയത്തിന് കാരണം, ഐക്യവും യോജിപ്പും കൂടിയാണ്. നാടിൻ്റെ നന്മ മാത്രമേ ശത്രുവിനെ നേരിടുമ്പോൾ നാം ഓർത്തുള്ളൂ. അതാണ് യുദ്ധം ജയിച്ചത്. അതു നിലനിർത്തണം എന്നെന്നും കുഞ്ഞാലി ബോധിപ്പിച്ചു. മുൻകാല കുഞ്ഞാലിമാരിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ പിൻഗാമിയെ നിശ്ചയിച്ച ശേഷം 1595 അറബിക്കടലിൻ്റെ കാവൽക്കാരൻ അന്ത്യശ്വാസം വലിച്ചു. കുഞ്ഞാലി നാലാമൻ. കോഴിക്കോട് രാജ്യത്തിലെ അവസാന നാവിക മേധാവിയാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ എന്ന പേരിൽ വിഖ്യാതനായ മുഹമ്മദ് അലി മരക്കാർ. ചീന മുതൽ യൂറോപ്പ് വരെ വീരഗാഥകൾ പ്രചരിപ്പിക്കപ്പെട്ടു പോന്നിരുന്ന ഈ യോദ്ധാവ് ശത്രുക്കളാൽ പോലും വാഴ്ത്തപ്പെട്ടവനായിരുന്നു.
കുഞ്ഞാലി മൂന്നാമൻ സാമൂതിരിയുടെ അനുമതിയോടുകൂടി 1595 തൻ്റെ അനന്തരവനെ പിൻഗാമിയാക്കുകയായിരുന്നു. പദവി ഏറ്റെടുത്തതിന് ശേഷം ഏറെ നാൾ കഴിയും മുമ്പേ കുഞ്ഞാലി മൂന്നാമൻ മരണപ്പെട്ടു. പട്ടുമരക്കാരുടെ വിയോഗത്തെ തുടർന്ന് പുതുപ്പട്ടണം കോട്ടയും കോഴിക്കോട് നാവികസേനയും കുഞ്ഞാലി നാലാമൻ്റെ അധീനതയിലായി. സുരക്ഷയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് കോട്ട ബലപ്പെടുത്താനുള്ള നടപടികളാണ് മുഹമ്മദ് അലി മരക്കാർ എന്ന കുഞ്ഞാലി മരക്കാർ നാലാമൻ ആദ്യം കൈക്കൊണ്ടത്. പ്രതിരോധമാണ് ഏറ്റവും വലിയ പ്രത്യാക്രമണം എന്ന സിദ്ധാന്തമായിരുന്നു കുഞ്ഞാലി മൂന്നാമൻ്റേത് എങ്കിൽ പ്രത്യാക്രമണമാണ് ഏറ്റവും വലിയ പ്രതിരോധം എന്നായിരുന്നു കുഞ്ഞാലി നാലാമൻ്റെ സിദ്ധാന്തം. ഈ ഒരു നിലപാട് ദേശാതിരുകൾക്കപ്പുറത്തേക്ക് പോരാട്ടം വ്യാപിപ്പിച്ചു. ചെന്നെത്താൻ കഴിയുന്ന എവിടെ ചെന്നും പോർച്ചുഗീസ് സൈന്യത്തെ ആക്രമിക്കുവാൻ മരക്കാർ സൈന്യത്തിന് പ്രേരണയേകി. പോർച്ചുഗീസ് സാമ്രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ശത്രു എന്നാണ് മുഹമ്മദ് അലി മരക്കാറെ പോർച്ചുഗീസ് ചിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പതിവ് പോലെ കുഞ്ഞാലി മരക്കാരുടെ ശക്തമായ ഇടപെടലുകൾ കാരണം സമുദ്രാധിപത്യം കൈയടക്കുക എന്നത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന് അസാധ്യമായി. ഇതോടെ എന്ത് വില നൽകിയും സാമൂതിരിയുമായി സന്ധി ചെയ്യുക എന്ന പതിവ് രീതിയിലേക്ക് പോർച്ചുഗീസുകാർ ചെന്നെത്തി. ഈ കാലയളവിൽ അധികാരത്തിൽ എത്തിയ പോർച്ചുഗീസ് രാജാവ് ഫിലിപ്പ് രണ്ടാമൻ അറബിക്കടലിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞാലിമാർ ഇല്ലാതായാൽ മാത്രമേ ഇവിടങ്ങളിൽ പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിക്കാനാവുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോർച്ചുഗീസ് രാജാവ് വൈസ്രോയിക്ക് കത്തയച്ചു. കുഞ്ഞാലിയെയും സാമൂതിരിയെയും ഭിന്നിപ്പിക്കണമെന്ന് അതിൽ പ്രത്യേകം പറഞ്ഞിരുന്നു. കുഞ്ഞാലി മൂന്നാമൻ്റെ കാലം തൊട്ടേ തുടങ്ങിയ പോർച്ചുഗീസുകാരുടെ ഒരു പദ്ധതിയായിരുന്നു കുഞ്ഞാലിമാരെയും സാമൂതിരിയെയും തെറ്റിക്കുക എന്നത്. ഇതിനായി ശ്രമങ്ങൾ വീണ്ടും ആരംഭിച്ചു. ചാലിയങ്കോട്ട ആക്രമണത്തിന് ശേഷം കുഞ്ഞാലി മൂന്നാമന് നായർ മാടമ്പിക്ക് സമാനമായ അധികാരസ്ഥാനങ്ങൾ സാമൂതിരി നൽകിയിരുന്നു. ഇതിൽ അസംതൃപ്തരായിരുന്ന നായർ മാടമ്പികളും പോർച്ചുഗീസ് ഗൂഢാലോചനയ്ക്ക് പങ്കാളികളായി. വിവിധ കാലഘട്ടങ്ങളിൽ കുഞ്ഞാലിമാരെ സാമൂതിരിക്കെതിരെ ചലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആവോളം പറങ്കികൾ നടത്തിയിരുന്നുവെങ്കിലും അവയിലൊന്നുപോലും വിജയം കണ്ടിരുന്നില്ല. കുഞ്ഞാലി നാലാമൻ അധികാരമേൽക്കുന്ന സമയത്തുണ്ടായിരുന്ന സാമൂതിരി മരണപ്പെട്ടു. പുതുതായി അധികാരമേറ്റെടുത്ത രാജൻ ക്ഷിപ്രകോപിയും മദ്യാസക്തനുമായിരുന്നു. ഇതോടെ തൽക്കാലം ഒതുങ്ങി നിന്ന പറങ്കിച്ചാരന്മാർ തങ്ങളുടെ ആവനായിലെ അസ്ത്രങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുവാൻ തുടങ്ങി. അങ്ങനെ പറങ്കികൾ ഒരു സന്ധിക്കായി മുതിർന്നു. മുൻകാല ചതികളോ വരാവുന്ന പ്രതിസന്ധികളെയോ പറ്റി ഓർക്കാതെ സാമൂതിരി പറങ്കികളുമായി ഉടമ്പടി തയ്യാറാക്കി. പോർച്ചുഗീസുമായുള്ള സഖ്യയുദ്ധ തീരുമാനങ്ങൾക്ക് മുൻപ് കുഞ്ഞാലിയുടെ അഭിപ്രായം കൂടി ശ്രവിക്കുക എന്നതായിരുന്നു മുൻകാല സാമൂതിരിമാർ അനുവർത്തിച്ചു പോന്നിരുന്ന നയം. ഇത്തവണ അതുണ്ടായില്ല. രാജാഭിപ്രായം തേടാതെ മുഹമ്മദ് അലി മരക്കാർ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിലേക്കാണ് ഈ അസ്വാരസ്യങ്ങൾ ചെന്നെത്തിച്ചത്. രാജാവും പടനായകനും വ്യത്യസ്ത ധ്രുവങ്ങളിലായതോടെ പോർച്ചുഗീസ് പദ്ധതി ഫലം കണ്ടു. ഇതേസമയം പോർച്ചുഗീസ് സഖ്യരാഷ്ട്രമായ കൊച്ചി രാജ്യത്ത് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ പരസ്യമായി പോർച്ചുഗീസ് ക്രൂരതകൾക്കെതിരെ രംഗത്തു വന്നു. പോർച്ചുഗീസ് മേധാവിത്വത്താൽ കച്ചവട ലാഭം ലഭിക്കാത്ത കൊച്ചി രാജാവ് കുഞ്ഞാലി നാലാമനോട് വ്യാപാരത്തിന് സംരക്ഷണം ആവശ്യപ്പെട്ടു. തങ്ങളുടെ സഖ്യരാജ്യമായ കൊച്ചി ശത്രുവിനൊപ്പം ചേർന്ന് നടത്തിയ നീക്കങ്ങൾ പറങ്കികളെ അരിശം കൊള്ളിച്ചു. ശത്രുവിന് തൻ്റെ പടനായകൻ കാവൽ നൽകിയത് സാമൂതിരിക്കും ആഘാതമായി. പടനായകൻ തൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തു എന്ന തോന്നൽ സാമൂതിരിയിൽ രൂപപ്പെട്ടു. പോർച്ചുഗീസ് ചാരന്മാരും അവരോടാഭിമുഖ്യമുള്ള നായർ മാടമ്പിമാരും ഈ അതൃപ്തി മുതലെടുത്തു. എരിതീയിൽ എണ്ണയൊഴിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. കുഞ്ഞാലി ആനപ്പുറത്ത് രാജാവിനെ പോലെ എഴുന്നള്ളുന്നത് സ്വന്തമായി രാജ്യം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണെന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു. ഈ കാലയളവിൽ തടവിലാക്കപ്പെട്ട ഏതാനും പോർച്ചുഗീസുകാരെ മോചിപ്പിക്കാനുള്ള സാമൂതിരിയുടെ ഓല കുഞ്ഞാലിയെ തേടിയെത്തി. എന്നാൽ കുഞ്ഞാലി ഇതിനെ നിരസിച്ചു. ആജ്ഞാപത്രം മുഖവിലക്കെടുക്കാതെ വന്നതോടെ സ്വതന്ത്ര പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പടനായകൻ രാജമേൽക്കൊയ്മ അംഗീകരിക്കുന്നില്ലെന്ന് സാമൂതിരിയെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ കുഞ്ഞാലിക്കെതിരെ കരുക്കൾ നീക്കുന്നവർക്ക് കഴിഞ്ഞു. വിവരങ്ങൾ യഥാസമയം അറിഞ്ഞുകൊണ്ടിരുന്ന പറങ്കികൾ കുഞ്ഞാലിക്കെതിരായ സൈനിക നടപടിക്ക് സാമൂതിരിയെ പ്രേരിപ്പിച്ചു. കര കടൽ വഴി കുഞ്ഞാലിയെ ആക്രമിക്കുന്നതിൽ തനിക്ക് യാതൊരു വിരോധവുമില്ലെന്ന് സാമൂതിരി അവരെ ഉണർത്തി. ആക്രമത്തിൽ സാമൂതിരിയെ കൂടെ കൂട്ടാൻ പറങ്കികൾ ശ്രമിച്ചെങ്കിലും കുഞ്ഞാലിയുടെ ഖ്യാതി അറിയാവുന്ന സാമൂതിരിയും സാമൂതിരിയുടെ പടയും അതിന് തയ്യാറായില്ല. ദേശപ്രതീകമെന്ന പോലുള്ള കുഞ്ഞാലിക്കെതിരായ നീക്കം ജനങ്ങളെ ഒന്നടക്കം തനിക്കെതിരാക്കാൻ സാധ്യത ഉണ്ടെന്ന ഭീതിയും നായർ പടയാളികളിൽ ഭൂരിഭാഗവും കുഞ്ഞാലിയുടെ വീരഗാഥകൾ പ്രകീർത്തിക്കുന്നവരാണെന്ന് സാമൂതിരിക്കറിയാമായിരുന്നു. മാത്രവുമല്ല, കുഞ്ഞാലി ഇല്ലാതായാൽ പോർച്ചുഗീസുകാരുടെ മുന്നിൽ കീഴടങ്ങേണ്ട ദുർഗതിയും വന്നേക്കാം. ഇത്തരം ആശങ്കകൾ ഉണ്ടായതിനാലാണ് സാമൂതിരി ഒരു സംയുക്ത ആക്രമണത്തിന് മുതിരാതിരുന്നത്.
ഇക്കാലയളവിൽ കുഞ്ഞാലിയും സാമൂതിരിയുമായി നടക്കേണ്ടിയിരുന്ന കൂടിക്കാഴ്ചകളൊക്കെയും മുടങ്ങിക്കൊണ്ടേയിരുന്നു. ഇരുവരുടെയും നിലപാടുകൾ കൈമാറ്റം ചെയ്യുന്നത് തടയാൻ പറ്റി എന്നത് പോർച്ചുഗീസുകാരുടെ നയതന്ത്ര വിജയമായി കണക്കാക്കപ്പെട്ടു. കുഞ്ഞാലിയെ അമർച്ച ചെയ്യാനായി വാസ്കോ ഡ ഗാമയുടെ പൗത്രൻ ഫ്രാൻസിസ്കോ ഡ ഗാമയെ പോർച്ചുഗീസ് രാജാവ് നിയമിച്ചു. അതിനുശേഷം ഒരുപാട് കാലത്തെ ചർച്ചകൾക്ക് ശേഷം കുഞ്ഞാലിക്കെതിരെയുള്ള പടനീക്കത്തിൽ പങ്കാളികളാകാൻ സാമൂതിരി സമ്മതം മൂളി. കുഞ്ഞാലിയെ ആക്രമിക്കുവാൻ സാമൂതിരി പോർച്ചുഗീസ് സഹായം തേടിയെന്ന വിവരം ചില വാർത്തക സംഘങ്ങൾ വഴി കുഞ്ഞാലിയെ അറിയിക്കാനായിരുന്നു പിന്നീട് പോർച്ചുഗീസുകാരുടെ ശ്രമങ്ങൾ. അങ്ങനെ ഒട്ടനവധി അവ്യൂഹങ്ങൾ പറങ്കികൾ ഇതിനായി പടച്ചുവിട്ടു. ഏതാണ്ട് ഇതേ സമയം പുതിയ സാമ്രാജ്യത്വ മോഹങ്ങളുമായി അറബിക്കടലിലേക്ക് കടന്നുവന്ന ഡച്ചുകാർ പോർച്ചുഗീസുകാർക്ക് മറ്റൊരു വെല്ലുവിളിയായി. 1597 നവംബറിൽ കുഞ്ഞാലിക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി ലൂയി ഡ ഗാമയുടെ സൈനിക വ്യൂഹം കോഴിക്കോട് രാജ്യം ലാക്കാക്കി നീങ്ങി. സാമൂതിരിയുടെ പട കരയിൽ നിന്നും പോർച്ചുഗീസ് സൈന്യം കടലിൽ നിന്നും കുഞ്ഞാലിക്കോട്ട ആക്രമിക്കാനുള്ള പദ്ധതിയായിരുന്നു തയ്യാറാക്കിയിരുന്നത്. ഒന്നാം കോട്ടക്കൽ യുദ്ധത്തിലൂടെ ഡോം ലോയിസ് ഡ ഗാമയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പോർച്ചുഗീസ് സൈന്യം സമുദ്രത്തിൽ നിന്നും കുഞ്ഞാലിക്കോട്ടയ്ക്ക് നേരെ ആക്രമണം ആരംഭിച്ചപ്പോൾ മറ്റൊരു വിഭാഗം സാമൂതിരി പടയോടൊപ്പം കരയിൽ നിന്ന് ആക്രമണം ശക്തമാക്കി. പീരങ്കികൾ ഉപയോഗിക്കാതെ ബലപ്രയോഗത്തിലൂടെ നായർ പടയെ തുരത്തിയോടിച്ച കുഞ്ഞാലി നാലാമൻ ആ ദയ പറങ്കികളോട് കാട്ടിയില്ല. മരക്കാർ സൈനിക കപ്പലുകളിൽ നിന്നും പ്രത്യാക്രമണങ്ങൾ പോർച്ചുഗീസ് സേനയ്ക്ക് നേരെ ഉണ്ടായി. പോർച്ചുഗീസ് സേനയുടെ മിക്ക കപ്പൽ വ്യൂഹങ്ങളും തകർന്നടഞ്ഞു. നിരവധി സൈന്യാധിപന്മാരുടെ നേതൃത്വത്തിൽ പറങ്കികൾ കുഞ്ഞാലിയെ ആക്രമിച്ചു എങ്കിലും എല്ലാ ശ്രമങ്ങളും വെറുതെയായി. ഇതോടെ സർവ്വസൈന്യാധിപൻ ലൂയിസ് ഗാമ നേരിട്ട് യുദ്ധക്കളത്തിലേക്കിറങ്ങി. കോട്ടയിൽ വിടവ് സൃഷ്ടിക്കാനും അതിലൂടെ പള്ളിയെ ആക്രമിക്കാനും പോർച്ചുഗീസ് സൈന്യത്തിനായി. അനവധി മരക്കാർ പടയാളികളെ വധിക്കാനായെങ്കിലും കനത്ത തിരിച്ചടിയിൽ 500ഓളം വരുന്ന പോർച്ചുഗീസ് സൈനികർ കൊല്ലപ്പെട്ടു. ഇതോടെ ഗാമ പിൻവാങ്ങി. മുൻനിരയിൽ നായർ പടയെ വിന്യസിപ്പിച്ചായിരുന്നു പിന്നീട് പോർച്ചുഗീസ് ആക്രമണങ്ങൾ. പോർച്ചുഗീസ് സൈനികരെ സുരക്ഷിതരാക്കാൻ ഈ തന്ത്രം ഉപകാരപ്പെട്ടുവെങ്കിലും സാമൂതിരിയുടെ കാലാൾപ്പട കനത്ത ആൾനാശം ഏറ്റുവാങ്ങി. പറങ്കികൾ നായന്മാരെ മരണത്തിലേക്ക് തള്ളിവിട്ടെന്ന് പടനായകന്മാർ പരിതപിച്ചു. എന്നാൽ പറങ്കികളുടെ നേതൃത്വത്തിൽ മറ്റൊരു യുദ്ധതന്ത്രം ആവിഷ്കരിക്കപ്പെട്ടു. ഭക്ഷണ, ആയുധ, കച്ചവട സാമഗ്രികൾ ഒന്നും തന്നെ കുഞ്ഞാലിക്ക് ലഭ്യമാക്കരുത്. ഈ കുശാഗ്ര ബുദ്ധിയിൽ കരയിലും കടലിലും കുഞ്ഞാലിക്ക് എതിരെ പ്രതിരോധം തീർത്തു. എങ്ങനെയും കുഞ്ഞാലിയെ തറപറ്റിക്കുക എന്ന ലക്ഷ്യത്തിനുമേൽ പോർച്ചുഗീസ് സാമ്രാജ്യം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. ലൂയി ഡ ഗാമയ്ക്ക് പകരം പോർച്ചുഗീസ് നാവിക തലവന്മാരിലെ ഏറ്റവും മികച്ച അഡ്മിറൽ ആയിരുന്ന ആന്ദ്രേ ഫുട്ടാവോ മിഡോൺസയെ പുതിയ നാവികനായി നിശ്ചയിച്ചു. ഇക്കാലയളവിൽ കുഞ്ഞാലിമാർ മുമ്പ് സൈനിക സഹായം നൽകിയിരുന്ന പല നാട്ടുരാജ്യങ്ങളും കുഞ്ഞാലി സൈന്യത്തെ സഹായിക്കുവാൻ ശ്രമമുണ്ടായി. എന്നാൽ കുഞ്ഞാലിക്ക് ലഭിച്ചേക്കാവുന്ന സഹായങ്ങൾക്ക് ആദ്യമേ തടയിട്ടു. മരക്കാർ കോട്ടയിലേക്ക് ഭക്ഷണ സാമഗ്രികളുമായി വന്ന കപ്പലുകൾ അഡ്മിറൽ പിടിച്ചെടുത്തു. 1599 ഡിസംബർ 3 പറങ്കിപ്പട കുഞ്ഞാലിയെ ലക്ഷ്യമാക്കി നീങ്ങി. ഡിസംബർ 15 പോർച്ചുഗീസ് സേനാവ്യൂഹം ലക്ഷ്യത്തിലെത്തി. ഈ പോരാട്ടത്തിൽ നായർ സേനയും സാമൂതിരി രാജാവും പറങ്കികളെ അനുഗമിച്ചു. അങ്ങനെ രണ്ടാം കോട്ടക്കൽ യുദ്ധത്തിന് തുടക്കം കുറിച്ചു. ആക്രമണ പ്രത്യാക്രമണങ്ങൾ ദിവസങ്ങൾ നീണ്ടുനിന്നു. ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായി. തിരിച്ചടി നേരിട്ട സംയുക്ത സൈന്യം താൽക്കാലികമായി പിന്മാറി. ഇതോടെ മധ്യസ്ഥ ശ്രമങ്ങൾ ഒരുങ്ങി. മധ്യസ്ഥരായ നായർ പ്രഭുക്കന്മാരോട് രാജാവിനെ ധിക്കരിച്ചതാണ് കാര്യമെങ്കിൽ അതിന് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. രാജാവായ സാമൂതിരിക്ക് മുമ്പിൽ കീഴടങ്ങുന്നതിനും തനിക്ക് മടിയില്ല. എന്നാൽ മറ്റാർക്കും മുന്നിൽ അടിയറവ് പറയില്ല. പോർച്ചുഗീസുകാർ ആജന്മ ശത്രുക്കളായതിനാൽ അവരോട് സന്ധിയില്ല എന്ന തൻ്റെ നിലപാട് കുഞ്ഞാലി ആവർത്തിച്ചു. ഏതാണ്ട് ഇതേ സമയത്ത് കൊച്ചി രാജാവ് കോഴിക്കോട് രാജ്യം ആക്രമിച്ച് കൊരട്ടിക്കൈമളുടെ അധീനതയിലുള്ള പ്രദേശം പിടിച്ചെടുത്തു. രാജ്യത്തിൻ്റെ രണ്ടതിരുകളിലും നടക്കുന്ന പോരാട്ടങ്ങൾ സാമൂതിരിയെ സമ്മർദ്ദത്തിലാക്കി. കീഴടങ്ങാനുള്ള സന്നദ്ധത പടനായകൻ അറിയിച്ചതോടെ രാജൻ ആശയക്കുഴപ്പത്തിലായി. ജനങ്ങളിൽ ഭൂരിഭാഗവും കുഞ്ഞാലിയെ അനുകൂലിക്കുന്നു. നായർ സാമന്തന്മാരിലും പടയാളികളിലും ബ്രാഹ്മണ മുഖ്യന്മാരിലും കുഞ്ഞാലിയെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടുന്നു. ഈ സ്ഥിതി തുടർന്നു പോയാൽ ആപത്തുണ്ടാകുമെന്ന് സാമൂതിരിയും തിരിച്ചറിഞ്ഞു. അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ കുഞ്ഞാലിയെ മാത്രമല്ല സാമൂതിരിയെയും ഭയപ്പിക്കണം എന്ന് പറങ്കി പടയാളികൾ കരുതി. സാമൂതിരി തൃശങ്കുവിൽ ആയ സമയമായിരുന്നു ഇത്. ഈ അവസരത്തിൽ പാതിരിമാർ മുൻകൈയെടുത്ത് ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തി. ഇരു സൈന്യവും മുഖാമുഖം നിന്നു. കോപം കൊണ്ട് വിറച്ച ഫുർട്ടാവോ സർവ്വസൈന്യാധിപനായ തനിക്ക് രാജാക്കന്മാരെ വധിക്കാനും നിയമിക്കാനും ഇല്ലായ്മ ചെയ്യാനും അധികാരമുണ്ടെന്നും കുഞ്ഞാലിയെ നാട് കടക്കാൻ സഹായിച്ചാൽ കോഴിക്കോട് നഗരവും രാജ്യവും കുഴി തോണ്ടുമെന്നും സാമൂതിരിയെ ഭീഷണിപ്പെടുത്തി.
ഭയപ്പെട്ട രാജൻ കുഞ്ഞാലിക്ക് പുറമെ മരക്കാർ പടയിലെ പ്രധാനികളായ 40 പേരെ കൂടി കൈമാറാമെന്ന് എഴുതി നൽകി. രാജാവിൻ്റെ മനം മാറുന്നതിന് മുമ്പ് കാര്യങ്ങൾ തീർപ്പ് വേണമെന്ന് ഫുർട്ടാവോ തീരുമാനിച്ചു. കുഞ്ഞാലിയുടെ ശക്തി ക്ഷയിക്കുന്നതിനായി സാമൂതിരി വെറ്റിലയിൽ കൂടോത്തരം ചെയ്തു. ഫുർട്ടോയും പാതിരിമാരും കുർബാന നേർച്ചയാക്കി. അന്തിമ ആക്രമണം നടത്താൻ ഇരുകൂട്ടരും തീരുമാനിച്ചു. നിശ്ചയിച്ച പ്രകാരം ആക്രമണം തുടങ്ങി. പെട്ടെന്ന് കീഴടക്കിക്കളയാം എന്ന് കരുതിയെങ്കിലും കുഞ്ഞാലിയുടെ ചെറുത്തുനിൽപ്പിലൂടെ പറങ്കിപ്പടക്ക് വീണ്ടും പിൻവലിയേണ്ടി വന്നു. ഇരുഭാഗത്തും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. പുതുപ്പണം കോട്ട അഗ്നിക്കിരയാക്കി. അഭയം വാഗ്ദാനം ചെയ്ത് സാമൂതിരി കുഞ്ഞാലി പ്രതിനിധികൾ തമ്മിൽ വീണ്ടും ചർച്ച നടന്നു. തന്നെയും സംഘത്തെയും ജീവനോടെ വിട്ടയക്കണമെന്ന് ഓലയിൽ രേഖാമൂലം എഴുതി തന്നാൽ സാമൂതിരിക്ക് മുമ്പിൽ ഉടവാൾ നൽകി കീഴടങ്ങാം എന്ന തീരുമാനം കുഞ്ഞാലി ആവർത്തിച്ചു. കീഴടങ്ങലിന് അരങ്ങൊരുങ്ങിയെങ്കിലും രാജാവ് ഭയാശങ്കയിലായിരുന്നു. രാജപ്രമുഖന്മാരും സാമന്തമാരും പടയും ജനങ്ങളുമൊക്കെ കുഞ്ഞാലിക്കൊപ്പം മനസ്സുകൊണ്ട് നിൽക്കുന്നവരാണ്. ഇതുപോലൊരു ചതി കാട്ടിയാൽ പാളയത്തിൽ തന്നെ പടയുണ്ടാകുകയായിരിക്കും ഫലം. ആശങ്കയിലായ സാമൂതിരി തൻ്റെ വിശ്വസ്തന്മാരെ മാത്രം കൂടെ നിർത്തി തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ തുടങ്ങി. മുൻകരുതലുകൾ എടുത്തിട്ടും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭയത്താൽ തീയതി പറയാതെ രാജാവ് വൈദിക്കളിച്ചു. ക്ഷമ നശിച്ച ഫുർട്ടാവോ സാമൂതിരിയെ ഭീഷണിപ്പെടുത്തിയതോടെ മാർച്ച് 16-ന് കീഴടങ്ങൽ നിശ്ചയിച്ചു. ദക്ഷിണ ഭാഗത്തുള്ള കോട്ടവാതിൽ തുറന്ന് രോഗികളും പരിക്കേറ്റ പടയാളികളും സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന കുടുംബാംഗങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. എല്ലും തോലുമായ ആ പട്ടിണിക്കോലങ്ങളോട് പോയിക്കൊള്ളാൻ രാജാവ് അനുമതി നൽകി. വാൾ കീപ്പോട്ട് പിടിച്ചുകൊണ്ട് മുഹമ്മദ് അലി മരക്കാർ കോട്ടകവാടം പിന്നിട്ട് കടന്നു വന്നു. അദ്ദേഹത്തോടൊപ്പം ഇരുവശത്തുമായി സഹസൈന്യാധിപനായ മരുമകൻ കുട്യാലി, വലം കൈയായ ചിന്നാലി, പിറകിലായി സൈനിക പ്രമുഖരും ഒപ്പം ശേഷിച്ച പടയാളികളും നിരായുധരായി പുറത്തിറങ്ങി വന്നു. നിർഭയത്തോടെ കടന്നുവന്ന കുഞ്ഞാലിയെ ചതിയിലൂടെ പറങ്കികൾ കീഴടക്കി. ഇത് നായർ പട്ടാളത്തെ സാമൂതിരിക്ക് എതിരാക്കി. കുഞ്ഞാലിയെപ്പോലെ ഒരു മികച്ച യോദ്ധാവിനെ ഒപ്പം നിർത്താൻ പറങ്കികൾ കഴിവതും ശ്രമിക്കുമെന്ന ഭയം സാമൂതിരിക്കുണ്ടായിരുന്നു. കുഞ്ഞാലി പറങ്കികൾക്കൊപ്പമായാലുള്ള പരിണിത ഫലങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ള രാജാവ് യാത്രയാകും മുമ്പ് ഫുർട്ടാവിനോട് ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു: കുഞ്ഞാലി ജീവനോടെ ബാക്കിയാവരുത്. അങ്ങനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി മുഹമ്മദ് അലി മരക്കാരനെയും സംഘത്തെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷ നടപ്പിലാക്കുന്നതിനായി പോർച്ചുഗീസ് വൈസ്രോയിയായ ഫ്രാൻസിസ്കോ ഡെ ഗാമ, ആർച്ച് ബിഷപ്പ് അലക്സ് ദെ മൈനസ് തുടങ്ങിയ ഉന്നതർ അടങ്ങുന്ന സംഘം എത്തിച്ചേർന്നു. പ്രത്യേകം സജ്ജമാക്കിയ കവാടത്തിലൂടെ ചങ്ങലകളിൽ ബന്ധിതനായ കുഞ്ഞാലിയും കൂട്ടരും ആനയിക്കപ്പെട്ടു. വധശിക്ഷ നടപ്പിലാക്കി. ചേതനയറ്റ കുഞ്ഞാലി നാലാമൻ്റെ മൃതശരീരം കണ്ടിട്ടും പറങ്കികളുടെ രോക്ഷം ശമിച്ചില്ല. ക്രോധം തീർക്കാൻ മൃതദേഹം അവർ 4 അറുത്തുമാറ്റി. ശരീരഭാഗങ്ങൾ ശൂലത്തിന്മേൽ കോർത്തു തൂക്കി. തല ഉപ്പിലിട്ട് കണ്ണൂരിലേക്ക് അയച്ചു. പോർച്ചുഗീസ് സാമ്രാജ്യ തിട്ടൂരപ്രകാരം കടലുകളുടെ അധിപൻ പോർച്ചുഗീസ് രാജാവാണ്. ലോകത്ത് കടൽ വഴി വാണിജ്യ സഞ്ചാരങ്ങൾ നടത്തുന്ന ആരും ഈ തുട്ടൂരം അംഗീകരിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ പോർച്ചുഗീസ് വഴി, അല്ലെങ്കിൽ അവരുടെ അനുമതിപത്രം വില കൊടുത്തു വാങ്ങി. അല്ലാതെ സമുദ്ര സഞ്ചാരം അവർ അനുവദിച്ചിരുന്നില്ല. സമുദ്രം വഴിയുള്ള സഞ്ചാരത്തിനായി ഉപയോഗിക്കുന്ന ഈ അനുമതിപത്രത്തെ കാർട്ടാസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. പറങ്കികളുടെ ഈ ഒരു മേധാവിത്വത്തെ മലയാളക്കരയിൽ കുഞ്ഞാലിമാർ വെല്ലുവിളിച്ചു. കടലുകൾ സ്വതന്ത്രമാണ് എന്ന് കുഞ്ഞാലിമാർ പ്രഖ്യാപിച്ചു. മലയാള രാജ്യങ്ങൾ വഴിയുള്ള കച്ചവടത്തിന് പറങ്കികൾക്ക് ചുങ്കം കൊടുക്കില്ല എന്ന നിലപാടെടുത്തു. ഇത്തരം ധിക്കാരപരമായ നിലപാടുകൾ വെച്ച് പുലർത്തിയവരെ ആക്രമിക്കാനും വധിക്കാനും അടിമകളാക്കാനും കപ്പലുകൾ പിടിച്ചെടുക്കുന്നതിനുമായി അധികാരം സഭയാൽ പോർച്ചുഗീസ് സൈന്യത്തിന് ലഭിച്ചിരുന്നു. ഈ അധികാരങ്ങളെയാണ് മലബാർ നാവികർ ചോദ്യം ചെയ്തത്. പോർച്ചുഗീസ് രേഖകൾ പ്രകാരം സാമൂതിരിയും കുഞ്ഞാലിയും തമ്മിലുള്ള ചില പടലപ്പിണക്കങ്ങൾ ആണ് അവർ തമ്മിലുള്ള അനിഷ്ടത്തിലേക്ക് നയിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ, മാപ്പിള യോദ്ധാക്കളുടെ നേതാവ്, പറങ്കികളുടെ അന്തകൻ എന്നീ പട്ടങ്ങൾ കുഞ്ഞാലി നാലാമൻ സ്വന്തം പേരിനൊപ്പം ചേർത്തതും രാജാവിനെപ്പോലെ ജീവിതം നയിച്ചതും വടക്കൻ പാട്ടുകളിലെ പുകഴ്ത്തലുകളും സാമൂതിരിയെ പ്രകോപിപ്പിച്ചെന്നും സ്വന്തം അധികാരത്തിന് ഭീഷണിയാകുമെന്ന് ഭയന്ന് ചതിച്ചു കൊല്ലാൻ പ്രേരിപ്പിച്ചെന്നും ഇതിൽ വിവരിക്കുന്നു. 1600-ലാണ് കുഞ്ഞാലി നാലാമൻ വധിക്കപ്പെടുന്നത്. കുഞ്ഞാലി നാലാമൻ്റെ പതനം സാമൂതിരി രാജ്യത്തിൻ്റെ ഒടുക്കവും കൂടിയായിരുന്നു. കുഞ്ഞാലി നാലാമൻ കൊല്ലപ്പെട്ടതോടെ രാജാവിൻ്റെ ചതിയിൽ കോപാകുലരായ മാപ്പിള യോദ്ധാക്കൾ സൈനിക സേവനം അവസാനിപ്പിച്ചു. സ്വതന്ത്രരായി പ്രവർത്തിക്കുവാൻ ഇവർ തുടങ്ങി. ഇതോടെ കോഴിക്കോടിൻ്റെ നാവികപ്പടയും പീരങ്കിപ്പടയും നാമാവിശേഷമായി. പോർച്ചുഗീസ് തങ്ങളുടെ സ്വതസിദ്ധമായ ചതിപ്രയോഗം പുറത്തെടുത്തപ്പോൾ
നേരാംവണ്ണം പ്രതിരോധിക്കാൻ പോലും കോഴിക്കോടിന് പിന്നീടായില്ല. പറങ്കികളെ തുരത്താൻ ലന്തക്കാരുമായി തുടങ്ങിയ സൗഹൃദവും വഴക്കിലും ലഹളയിലുമാണ് അവസാനിച്ചത്. 17-18 നൂറ്റാണ്ടുകളിലെ സാമൂതിരിമാർ തങ്ങളുടെ മുൻഗാമികളുടെ പോയത്തരം മനസ്സിലാക്കി കുഞ്ഞാലിമാരുടെ പിൻതലമുറയ്ക്ക് അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകിയെങ്കിലും ഫലവത്തായില്ല. മൈസൂരിൽ നിന്ന് ബ്രിട്ടീഷ് രാജും മലബാർ പിടിച്ചടക്കിയതോടെ പൂർണ്ണാർത്ഥത്തിൽ കോഴിക്കോട് രാജ്യം ഇല്ലാതാവുകയായിരുന്നു.